തന്നെയാണ്. അപ്പോൾ ഹൈറസിനെ കുറിച്ച് ദിവസവും ഒരു വീഡിയോ ഇടും. അത് തീരുമാനം തന്നെയാണ്. ഇവരുടെ അറസ്റ്റ് നടക്കുന്നവരെ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അവസാനിക്കുന്നവരെ ദിവസം കഴിവതും ഒരു വീഡിയോ ഇടും തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം. അപ്പോൾ അതിന് എത്ര വ്യൂസ് കുറഞ്ഞു കഴിഞ്ഞാലും എത്ര ചീത്ത വിളിച്ചു കഴിഞ്ഞാലും നേരിട്ട് വന്ന് പറഞ്ഞാലും അതുണ്ടാവും. ഓ യമഹയായിരുന്ന ഞാൻ വിരിച്ച സ്രാവിനെ തലക്കൊന്നുണ്ടോ വന്ന്. ഈശ്വര ഇതെന്താ തടാക്കോ? ഷൂ ആര് കണ്ടില്ല. ഓ അപ്പില് ചവിട്ടിയ പോലെ. പ്രിയ സഖി ഗംഗേ പയറു പറയൂ വസോട്ട വല്ല തുന്നുമ്പോ മീൻ ചാടിപ്പോൻ തൊള്ളയിടണേ. നീ പോടി തന്റെ അപ്പനാ. എത്ര പേര് ഇവിടെ എത്ര പേര് പൈസ വാങ്ങിപ്പോയി. മണി ചെയിനാണോ ഏറ്റവും നല്ല കാര്യം? എന്നാ പിന്നെ മണി ചെയിൻ ആണോ അല്ലാത്ത ചെയിൻ ആണോ എന്നൊന്നും നമ്മളിവിടെ സംസാരിക്കുന്നില്ലല്ലോ. ഇത് പറ്റിച്ചു പോയിന്ന് പറയുമ്പോ ഇത് ഈ ഫ്രീസിംഗിന്റെ മുന്നേ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നീ പറയും പറ്റിച്ചു പോയിന്ന്. അവസാനം ചേരുന്നവര് പറ്റിക്കൽ തന്നെയല്ലേ ഈ മണി ചെയിൻ എന്ന് പറയുന്നത്? എന്ത് അവസാനം ചേർന്ന പറ്റിക്കല്? ഇതൊരു ഫ്രീസിംഗ് ഡിസംബർ അടക്കം ആൾക്കാരെയൊക്കെ പറ്റിച്ചിട്ട് അവരെയൊക്കെ പൈസ തിരിച്ചു കൊടുക്കുന്നില്ലേ നിങ്ങൾ? എല്ലാവർക്കും 1,00,000 ഡിസംബർ പറയാൻ നവംബറിൽ ഫ്രീസ് ചെയ്ത സാധനം ഡിസംബറിൽ എങ്ങനെ പൈസ കൊടുക്കാൻ? ഡിസംബർ 7-ാം തീയതി അല്ലേ നിങ്ങൾ ഇത് ആരെയാ പറ്റിക്കുന്നത്? ഡിസംബർ പോട്ടെ, ഡിസംബർ 7-ാം തീയതി കൊടുത്തു കഴിഞ്ഞാല് ഡിസംബർ 7-ാം തീയതി ഫ്രീസിംഗിന്റെ ഓർഡർ വന്നത് അറിയില്ലേ നിങ്ങൾക്ക്? ഫ്രീസിംഗിന്റെ ഓർഡറിന് ശേഷം എല്ലാവർക്കും കൊടുത്തിട്ടില്ലേ പൈസ? ഫ്രീസിംഗിന്റെ ഓർഡറിന് ശേഷം പൈസ കൊടുക്കാനോ? ഫ്രീസിംഗ് അല്ല, അതിന്റെ മുന്നേ എല്ലാവർക്കും പൈസ കൊടുത്തില്ലേ? അത് തന്നെയല്ലേ പറഞ്ഞത് ഇത് മണീച്ചനാണെന്ന്. അതുകൊണ്ടല്ലേ ആൾക്കാർ ഇപ്പം പിന്നെ കാല് പിടിക്കുന്നത്, സർക്കാർ ഉദ്യോഗസ്ഥരടക്കം കാല് പിടിക്കുന്നത് നമ്മളെ പറ്റിയിട്ടൊന്നും വീഡിയോ ചെയ്യല്ലേ, നമ്മളെ പണി പോവും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കുന്നതിന്റെ അർത്ഥം എന്താ? ഒക്കെ ഈ അവിടെ ഇരുന്ന് അവിടെ തീരുമാനിച്ചാ മതി. ഞാനല്ല ഈ ഒരാള് മാത്രമാണ് ഈ ലോകത്തില് വലിയ ബുദ്ധിശാലി, എന്താ പറയാ, അനീതിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. ഞാൻ മാത്രമല്ല, ഒരുപാട് കള്ളന്മാരല്ലാത്ത ഒരുപാട് നല്ല മനുഷ്യര് ആൾക്കാരെ പറ്റിക്കുന്നത് കാണുമ്പോ എന്ത് പണിയാ ഈ യൂട്യൂബിലും ചളി അടിച്ച് പറയണ അന്നെ എന്ത് കണ്ടിട്ടാ തിന്നുന്ന? ഈ യൂട്യൂബിലെ വ്യൂവേഴ്സിനെ കൂട്ടിട്ട് തിന്നല്ലേ? ആര് പറഞ്ഞു? ഏറ്റവും വലിയ കള്ളനല്ലത്. ഞാനൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന എന്നെ പോലെ ആൾക്കാരെ എന്റെ തന്തേനും തള്ളേനും പറയിപ്പിക്കുന്ന അയ്യ എന്റെ തന്തേനും തള്ളേനും. ഞങ്ങളുടെ ജോൺ ഫിങ്ങിനെ പെണ്ണുങ്ങളുടെ ജോലിയൊന്നും ചെയ്യാറില്ല. അവൻ നല്ല ഉശിരുള്ള ആൺകുട്ടിയായിരുന്നു. അവനവന്റെ മുച്ചടിക്കുന്നതിന് എന്തിനാ ഉശിര്? ദേ ഇനിയെങ്കിലും നീ ആൺകുട്ടികളെ പോലെ നടക്കാൻ പഠിക്കും. പൗരുഷത്തോടെ ജീവിച്ചില്ല ഈ കണ്ടവരൊക്കെ വന്ന് മെക്കെട്ട് കയറും. എന്റെ പൗരുഷത്തിന് എന്താ ഒരു കുറവ്? നിങ്ങളുടെയൊക്കെ പൗരുഷത്തിന്റെ പ്രതീകം സിൽമാടൻ ജയനല്ലേ? ആ ജയനെ ഞാൻ കാണിക്കാം, എന്നിട്ട് പറ എനിക്ക് പൗരുഷം ഉണ്ടോ ഇല്ലെന്ന്. നീലടാ പെണ്ണുങ്ങളെ കളിയാക്കുന്ന ആലുവലാതി ഷാജേ. ശരി ശരി ആയിക്കോട്ടെ. തൊട്ടടുത്തുള്ള ആള് പറഞ്ഞോട് എന്താ ചിരിക്കുന്ന? ഇപ്പ കണ്ടത് ഒരു കോമഡി സ്കിറ്റ് കണ്ടിട്ട് ചിരിച്ചാണ്. അതെന്നാ നമ്മളൊന്ന് കാണട്ടെ. അയാളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. അല്ല പിന്നെ എങ്ങനെ? എന്നാ പിന്നെ അയാൾക്ക് ചാനൽ അയച്ചു കൊടുക്കുന്ന അറിയാം. അല്ല, അയാൾക്ക് കാണിച്ചു കൊടുത്തു ഞാൻ. അപ്പൊ അയാൾ പറഞ്ഞ മൂപ്പർക്ക് മലയാളം അറിയില്ലാന്ന് തോന്നുന്നില്ലേ? ഞാൻ പറഞ്ഞു മലയാളം അറിയാണ്ടല്ല, പുള്ളി അങ്ങനെ സംസാരിക്കാറുണ്ട്. ശരി ശരി. പുള്ളിന്റെ സ്റ്റൈൽ അതാണ് പറഞ്ഞു. ഇവനെന്താടി ഇത്രയും വലുതായിട്ട് ഈ കോളേജിൽ തന്നെയാണോ? വലിയ നാണക്കാരനാ, വളർന്നിട്ട് നാണം മാറിയിട്ടില്ല. ഇവൻ ഏത് വെള്ളത്തിലാ കേറണത്? അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ വള്ളത്തിലും കേറും, പക്ഷെ കരയിലിരിക്കുമ്പോഴാന്ന് മാത്രം. കടലിൽ പോണവന് പേടിയാ? പേടിയുണ്ടെന്നല്ല, ഉപ്പുവെള്ളത്തിൽ ഇറങ്ങിയ എന്റെ ക്യൂട്ടസ് പോവും. എന്നാലും കരയിൽ നിന്ന് അവൻ കാശുണ്ടാക്കുന്നുണ്ട്, ഡാൻസ് പഠിപ്പിച്ചിട്ട്. 12 കുട്ടികളുണ്ട്. എന്താടി കേക്കണത്? തൊഴയും പങ്കായി എടുത്ത് കൊടുക്കേണ്ട സമയം ഇവനെ തുള്ളാനാണ് വിട്ടത്. കേവലം തുള്ളലല്ല നാടോടി നൃത്തം, അതൊരു തപസ്യ. ആ നൃത്ത സാഗരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഈ ചളിനെ ചവിട്ടിക്കൂട്ടി കടലിലെറിയാൻ. പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകും. വെറുതെ